എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, എന്തിനാണ് നിങ്ങൾ ജനങ്ങൾ ആസ്വദിക്കുന്ന കലാവിഷ്കാരങ്ങളായ സിനിമ അടക്കമുള്ളതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുന്നത്? കുറച്ചൊക്കെ അനുകൂലമായിട്ട് സംസാരിച്ചൂടെ? ഈ സിനിമ എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇക്കാലം അത്രയും നമ്മൾ മാതാപിതാക്കളുടെ മഹത്വം മനസ്സിലാക്കിയത്, കൂടപ്പറപ്പിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയത്, അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അവരുടെ ആവശ്യങ്ങൾ കൂടിയെത്തിയതൊക്കെ നമ്മൾ ഈ സിനിമ കണ്ടിട്ടല്ലേ? സിനിമ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ബന്ധങ്ങളുടെ വില മനസ്സിലാവുമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഇക്കാലം അത്രയും നമ്മൾ കൂടപ്പറപ്പിങ്ങളെ സ്നേഹിച്ചത്, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ? കുഞ്ഞുനാൾ മുതൽ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്നവരാണെങ്കിൽ എന്താ? മാതാപിതാക്കളെ സ്നേഹിക്കണം, കൂടപ്പറപ്പിങ്ങൾ അറിയാമല്ലോ. ഒരാൾ കുടുംബ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ അവൻ പടച്ചവൻ ദൈവവുമായുള്ള ബന്ധം ചേർത്തവനാണ് എന്ന് പ്രായത്തിൽ നമ്മൾ പഠിച്ചവരാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇക്കാലം അത്രയും മതത്തിനനുസൃതമായി നമ്മൾ ജീവിച്ചതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി. ഇനി അങ്ങനെയല്ല. ഇനി മതം നമുക്കനുസൃതമായി വ്യാഖ്യാനിച്ചു കൊണ്ടുവരണം. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മതം പറയുന്നവരെ ഞങ്ങൾ ശരിക്കും കളിയാക്കി കളയും. ആലോചിക്കേ. അതിലൊരു ചെറുപ്പക്കാരൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. വാഴ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സിനിമക്ക് പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ നിയമം നമ്മൾ അതിനകത്ത് വിഷയം പറഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, വാഴ സിനിമയുടെ റിവ്യൂ. ഒരു ഉസ്താദ് പറയുന്നത് പരിഹാസമാണ്. OP അബൂബക്കർ ഫൈസി മുസ്ലിയാരുടെ ഒരു വീഡിയോ ഇന്നലെ കാണാനിടയായി. അപ്പൊ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ ഗ്ലിംസ് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തെങ്കിലും കൊടുക്കാം. സിനിമയുടെ പേര് വാഴ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് സ്റ്റിക്കർ പൊട്ടിക്കാൻ ആ സിനിമ കൊണ്ട് കാരണം പടത്തിന് ചിരിച്ചാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ സിനിമ ചിരിച്ചാൽ ഓടാൻ കിട്ടിയോ? എന്താ സിനിമയുടെ പേര് വാഴ എന്ന് പറയുന്നത്? പണ്ടൊക്കെ തിയേറ്ററിൽ പോകാൻ സ്വകാര്യമായിട്ട് മറച്ചോളും. അങ്ങനെ ഇപ്പൊ ആഘോഷിക്കേണ്ട ഫോട്ടോ വിടാം. ആമീൻ പറഞ്ഞാൽ ചിരിച്ചാണ്ട് പുസ്തകം ഇങ്ങനെ വരക്കാണ് സിനിമ തിയേറ്ററിൽ. അതൊക്കെ നല്ല ഭയങ്കര അല്ലേ, കുറച്ച് ഭയങ്കര ഞെട്ടിക്കുന്ന സംഭവിക്കുന്ന നാളെ വിട്ടാണ് ആഘോഷം. അപ്പൊ ഞാൻ വേണ്ട വെച്ചാൽ ആ മാഷാ അല്ലാഹ് എന്നുള്ള ബോർഡൊക്കെയുള്ള തിക്കറുള്ള കാറൊക്കെ വിട്ടാൽ തോന്നിയ പോകും. പിന്നെ നീയത്ത് കണക്കിനെ. പക്ഷെ നമുക്ക് മുങ്ങിങ്ങൾക്ക് ഒരു ഉറപ്പില്ല. അല്ലാതെ മാർഗത്തിലല്ലാതെ ചെലവഴിക്കാൻ യാതൊരു ഉറപ്പില്ല. കോടിയാണെങ്കിൽ ലക്ഷമാണെങ്കിൽ എന്റെ പൊന്നുസ്താദെ, ഉസ്താദ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ കണ്ട പ്ലാറ്റ്ഫോം ഹറാമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണത്. ഹറാമായിട്ടുള്ള പ്ലാറ്റ്ഫോം അങ്ങനെ അശ്ലീല പ്ലാറ്റ്ഫോം അല്ലല്ലോ ഇത്. ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനനുസൃതമായ രൂപത്തിൽ അൽഗോരിതം വർക്ക് ചെയ്തിട്ട് നമ്മൾ പ്രസംഗമാണോ നിരന്തരമായി കേൾക്കുന്നത്, മോട്ടിവേഷൻ വീഡിയോ ആണോ കേൾക്കുന്നത്, നമുക്ക് ഉപയുക്തമായ സാധനമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതായിരിക്കും നമ്മുടെ വാളിൽ വരിക. അല്ല, ഒരാൾ അശ്ലീല അഡിക്റ്റ് ആണെങ്കിൽ അയാൾക്ക് വരുന്ന ആ രൂപത്തിലുള്ളതായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളിപ്പോൾ അശ്ലീല സൈറ്റിലാണ് വിട്ടിരിക്കുന്നത്? അല്ല, നല്ലതും ചീത്തതും വരുന്നൊരു സൈറ്റിലാണ്. നിങ്ങൾ എത്രയോ നല്ല വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയരുത്. നല്ല വ്യക്തമായിട്ട് അറിയാവുന്നവരായിരുന്നു. അറിയാം. കാരണം പണ്ട് TV ഹറാമാണെന്ന് പറഞ്ഞ ഇതൊക്കെ ക്ലീശേ സാധനമാണ്. ഇതൊക്കെ കഴിഞ്ഞുപോയി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പുസ്തകം, ഞങ്ങളെല്ലാം കൂടെ നാളെ ടിക്കറ്റ് എടുത്ത് വാഴ സിനിമക്ക് പോയ പ്രശ്നം തീർന്നാ? എന്നിട്ട് ഞങ്ങളെല്ലാവരും വെള്ളിയാഴ്ച ജുമാക്ക് പറയാം എല്ലാവരും വാഴ സിനിമ കണ്ടോ, അത് പ്രശ്നം തീർന്നില്ലേ? എന്താണ് ഹബീബ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഇപ്പോൾ ആ ഉസ്താദ് പറഞ്ഞാലും ഇല്ലെങ്കിലും വാഴ സിനിമ കണ്ടിട്ട് നിങ്ങൾ കണ്ടോളീൻ. നിങ്ങൾ കണ്ടില്ലേ? അപ്പം മതനിയമം എന്താണെങ്കിലും അതിന് അതീതമായി നിങ്ങൾ കണ്ടു. നിങ്ങൾ കണ്ടെങ്കിൽ ആസ്വദിച്ച് പോയിക്കോ. എന്നാൽ ഇതിൻ്റെയൊക്കെ ഗുണവും ദോഷവും ഒക്കെ പറയാൻ ഏൽപ്പിക്കപ്പെട്ടവനാണ് പണ്ഡിത ധർമ്മം. അതാണ് അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഇത് പറയുന്നത്. നമുക്കെന്തിനാണ് ട്രിഗറാകുന്നത്? എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ? നമ്മുടെ സമൂഹത്തോടാണ് ഇത് പറയുന്നത്. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ നമ്മളതങ്ങ് ഒഴിവാക്കിയാൽ മതി, പ്രശ്നം തീർന്ന്. കള്ളുകൂടിയെക്കുറിച്ച് പറയുന്നുണ്ട്, ചൂതാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പലിശയെക്കുറിച്ച് പറയുന്നുണ്ട്, ലോട്ടറിയെക്കുറിച്ച് പറയുന്നുണ്ട്. ലോട്ടറിയെക്കുറിച്ച് പറയുമ്പോൾ ലോട്ടറി കച്ചവടക്കാരന് പറയാനുള്ളത് എന്താണ്? അത് ഉസ്താദ് കൊണ്ട് പൈസ തരുമെന്ന് വെച്ചാൽ വ്യഭിചരിക്കുന്നവനോട് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പിന്നെന്തെങ്കിലും എനിക്ക് ആസ്വദിക്കേണ്ടേ ജീവിതം എന്ന് പറയുന്നത്? കള്ളു കുടിക്കുന്നവൻ്റെ കുറിച്ച് കള്ളുകൂടിയെക്കുറിച്ച് പറഞ്ഞാൽ അവനിക്കും ന്യായീകരിക്കാനുണ്ടാവും. അങ്ങനെ നിങ്ങൾ ന്യായീകരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. നമ്മൾ അങ്ങനല്ല. ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. മനുഷ്യൻ്റെ സമ്പത്ത്, സമയം എന്നുള്ളത് പാഴാക്കി കളയാനുള്ളതല്ല. ഒരു മിനിറ്റ്, നമുക്ക് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ തിരിച്ചു വരില്ല. ആ സമയത്തെങ്കിലും സുഹൃതം ചെയ്യണം. എന്താണ് ഈ സുഹൃതം? ചിരിക്കുക, ജനങ്ങൾ ഗുണം ചെയ്യുക, പ്രയാസത്തിൽ മനുഷ്യനോടൊപ്പം പങ്കാളികളാകുക. ഇതൊക്കെയാണ് നന്മ. ഇതിനു വേണ്ടി ചെലവഴിക്കണം. ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ അതേ വിഷുവാണ്, എത്ര കോടി രൂപയുടെ പടക്കങ്ങൾ നമ്മുടെ നാട്ടിൽ പൊട്ടിച്ച് മനുഷ്യർ ആസ്വദിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഒരു വിശുദ്ധമായ റമദാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പൈസ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ പല മനുഷ്യരിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാന്നേ. ഇനി നിങ്ങൾ പറഞ്ഞു TV ഒരു കാലത്ത് ഹറാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അന്ന് നമുക്ക് ചോയ്സ് ഇല്ല. നമ്മൾ ഹാൻഡിനെ വെച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണോ TV വരുന്നത് അത് മാത്രം നമ്മൾ കാണുമായിരുന്നു. ഇന്നങ്ങനെ നമുക്ക് ചോയ്സ് ഉണ്ട്. നമുക്ക് TVയിലൂടെ സഫാരി TVയുടെ ലോകരാജ്യങ്ങൾ സഞ്ചരിച്ച് ഒരിക്കൽ പോലും നമുക്ക് ഗിനാപോലും കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവിടെ ആ രാജ്യം, അവിടുത്തെ ഭക്ഷണ വൈവിധ്യം, അവിടുത്തെ നാടിൻ്റെ കൾച്ചർ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കാലത്തേക്ക് നമ്മൾ എത്തി. നമുക്ക് ചോയ്സ് ഉണ്ട്. പ്രസംഗം കേൾക്കാം, മോട്ടിവേഷൻ വീഡിയോ കേൾക്കാം, സഞ്ചാര വീഡിയോ കാണാം, ഒക്കെ ഉണ്ട്. മറ്റേ കാലത്ത് സിനിമ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് എന്താ പ്രശ്നം? നിങ്ങൾ കണ്ടോളീൻ. കാരണം പിന്നീട് സിനിമയ്ക്ക് പോലെ ഹറാമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ ഇൻസ്റ്റയിൽ റീല് ചെയ്യാൻ സാധ്യത. ഉസ്താദ് ചെയ്യുമ്പോൾ അത് ഹലാലും ഞങ്ങൾ അതിനെ കണ്ടിട്ട് അഭിപ്രായം. നിങ്ങൾ ചെയ്യുന്ന റീല് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന്. നല്ലത് ചെയ്യുന്നു, ജനങ്ങൾക്ക് ഗുണമുള്ള എന്ത് നല്ലതും ചെയ്തോ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. ഇപ്പം നിങ്ങളുടെ ഈ പരാതി തീരണമെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ വാഴയ്ക്ക് സിനിമക്ക് പോയ പ്രശ്നമല്ലേ? വാഴ അല്ലെങ്കിൽ പുതിയ റിലീസാകുന്ന സിനിമ ടിക്കറ്റ് കൂടെ എടുത്തു, അങ്ങനെ വന്നാൽ പ്രശ്നം തീർന്ന. എന്താണ് ഹബീബ്? നമ്മളെല്ലാവരും കൂടെ പോയാൽ
പിന്നെ ഈ മനുഷ്യർക്ക് ഇത് തന്നെ തൊഴിൽ. ഇത് മാത്രമല്ല, വാഴ സിനിമയെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞ അഭിപ്രായം ശരിയല്ല. വാഴയുടെ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്ന് ഉസ്താദ് മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് ഉസ്താദ് കൊടുത്ത മറുപടിക്ക് പകരം ഉസ്താദ് ആ സിനിമയിൽ കൊടുത്തിരുന്ന അല്ലെങ്കിൽ ആ സിനിമയുടെ ഉള്ളടക്കത്തിൽ എന്തായിരുന്നു എന്ന് അറിഞ്ഞിട്ട് ഉസ്താദ് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കേൾക്കാൻ കുറച്ച് ഉഷാറുണ്ടായിരുന്നേ. നല്ലൊരു മെസ്സേജുള്ള സിനിമയാണ് ഉസ്താദെ. ഉസ്താദ് ഒട്ടുമിക്ക വെള്ളിയാഴ്ചകളിലും ഞങ്ങൾക്ക് കുത്തുബയ്ക്ക് മുമ്പ് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ലഹരിക്ക് അടിമയാകരുത്, നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, അത് കൈമാറരുത്, അത് നിങ്ങളുടെ കൈകളിൽ കൂടി മറ്റൊരാൾക്ക് എത്തരുത് എന്നൊക്കെ. അത് ഞാൻ ഒരുപാട് കേട്ടിരുന്നിട്ടുള്ള ആളാണ് ഞാൻ. ഇതൊക്കെ വാഴ സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്, നല്ല കാര്യം. അങ്ങനെയൊക്കെ എത്തിക്കുന്നുണ്ട്, നല്ല കാര്യം. നിങ്ങൾ പോയി കണ്ടോളീൻ. ഇനി ലഹരിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഈ വാഴ സിനിമ തന്നെ കാണണമെന്നില്ല. ഇക്കാലം മാത്രം ഞങ്ങളാരും ലഹരി ഉപയോഗിച്ചിട്ടില്ല കേട്ടാ. ഒരുപാട് മനുഷ്യർ കൂടിക്കണക്കിന് വരുന്ന മുസ്ലിംമാർ ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിക്കാത്തവരുണ്ട്. ഇതുവരെ ആരും ഈ സിനിമ കണ്ടിട്ടല്ല. സിനിമ കാണാതെ മനുഷ്യരെ ബോധവൽക്കരിക്കാൻ അവൻ സൃഷ്ടാവുണ്ട് എന്നുള്ള ബോധം ഉണ്ടായാൽ മതി. ഹൃദയത്തിൽ റബ്ബ് കത്തിച്ചു വെച്ച ഈമാനാകുന്ന ആ വിളക്ക് ഉണ്ടായാൽ മതി. അവനെക്കുറിച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ, അവൻ്റെ മുമ്പിൽ ഹിസാബ് നേരിടേണ്ടി വരുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന ബോധം വന്നു കഴിഞ്ഞാൽ ഒരു സിനിമയും കാണാതെ മനുഷ്യർ നല്ല രൂപത്തിൽ, എത്രയോ നല്ല ആളുകൾ നമ്മൾ കാണുന്നില്ലേ ഈ ലോകത്ത്? എത്ര നല്ല മനുഷ്യന്മാരെ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട്. അവരുടെ നടത്തം, അവരുടെ ഇരുത്തം, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വയസിദ്ധമായ ആ സംസാരം, പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എത്ര വിനയമുള്ള മനുഷ്യർ. ഒരു മനുഷ്യർക്കും ജീവിതത്തിൽ ഇന്ന് വരെ ദ്രോഹം ചെയ്യാതെ ഗുണം മാത്രം ചെയ്യുന്ന മനുഷ്യർ. ഇവരൊക്കെ തിയേറ്ററിൽ പോയിട്ടല്ല. ഇവർ ഈ മതം പഠിച്ച്, അതിൻ്റെ ആദർശം പഠിച്ച്, അവരുടെ ഹൃദയത്തിലേക്ക് റബ്ബ് എന്ന സൃഷ്ടാവിനെ അവർ നെഞ്ചിലേറ്റി കഴിയുമ്പോൾ അവരങ്ങനെയൊക്കെ പൂമ്പാറ്റയുടെ ഹൃദയമുള്ള മനുഷ്യരായ ഒട്ടനവധി മനുഷ്യരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ടോളി. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും മോട്ടീവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളി. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അതിനെക്കുറിച്ച് ചിലപ്പോൾ സിനിമയുടെ ദോഷവശം നമുക്കറിയാം. ചില സിനിമകൾ ഇപ്പം സമീപകാലത്ത് ഒരു കൊലപാതകത്തിന് ശേഷം വന്നതാണ് പണി സിനിമ മോഡൽ കൊലപാതകം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തല്ലുമാല സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുട്ടികളുടെ സിനിമയെക്കുറിച്ച് റിവ്യൂ ചോദിച്ചപ്പോൾ പറഞ്ഞത്, സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഏതൊരാളെ ഇടിക്കാൻ തോന്നുന്നു കുട്ടികൾ പറഞ്ഞ്. അപ്പോൾ കുട്ടികളെ സിനിമ നന്നായിട്ട് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും കുട്ടികളിൽ അത്തരത്തിലുള്ള ഈ ഗ്യാങ്സ്റ്റർ മോഡലുള്ള ഒരു മനോഭാവം എത്തിക്കുന്നുണ്ടെന്നൊക്കെ ഇവിടുത്തെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞതാണ്. അപ്പം നല്ലതും ചീത്തയൊക്കെ വശങ്ങളുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്മയുടെ പക്ഷത്ത് നിൽക്കാനേ പറയൂ. അങ്ങനെ പറ്റുള്ളൂ, അത് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പം നമുക്കെതിരെ നിങ്ങൾക്ക് അനുസൃതമായി നമ്മൾ മതത്തെ വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്തോളീൻ. ഞങ്ങൾ പഠിച്ചത് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ശിഷ്യഗണങ്ങളോടും ഈ ഉമ്മത്തിനെ ഉൾക്കൊള്ളുന്ന മനുഷ്യരോടുമാണ്. നിങ്ങൾക്ക് ട്രിഗറാകണ്ട. ഫാമിലി ചിത്രങ്ങളെന്ന് പറഞ്ഞ് കുടുംബസമേതം കാണാൻ വേണ്ടി പോകുന്നു. മാതാപിതാക്കൾ, മക്കൾ, ആങ്ങളെ പെങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുന്നു. ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് മണ്ണിൽ ഉരുളുന്നതൊക്കെ ഒരു കുടുംബത്തിൽപ്പെട്ട മാതാപിതാക്കളും മക്കളും ഒക്കെ ഒന്നിച്ചിരുന്ന് കാണുന്ന എത്രയോ ദൃശ്യങ്ങൾ. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോലും അതിൻ്റെ ക്ലിപ്പുകൾ പ്രചരിക്കുമ്പോൾ പോലും അയ്യേ എന്ന മനോഭാവം വരുന്നെങ്കിൽ ഈ കുടുംബസമേതം ഒന്നിച്ചിരിക്കുമ്പോഴുള്ള മനോഭാവം ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പറയേണ്ടി വരും. അപ്പോൾ അതിലൊന്നും ആർക്കും ഇത്ര ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ല.